ഹലോ വെൽക്കം ബാക്ക്. എല്ലാവർക്കും ഇറ്റ്സ് പി എസ് സിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സുസ്വാഗതം. എല്ലാവരും കാത്തിരുന്ന ഒരുപാട് പരീക്ഷകൾ വരുന്നൊരു മാസമാണ് ഡിസംബർ. ജനറൽ പി എസ് സി ആയാലും ടെക്നിക്കൽ എക്സാംസ് ആയാലും ഒത്തിരി എക്സാംസ് അന്ന് നടക്കുന്നുണ്ട്. അതേസമയം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇലക്ഷൻ നടക്കുന്ന മാസം കൂടിയാണ് ഡിസംബർ. ഇന്ന് അതിൻ്റെ ഡേറ്റ് ഡിക്ലെയർ ചെയ്തു. 9-ാം തീയതിയും 11-ാം തീയതിയുമായി കേരളത്തിലുടനീളം ഇലക്ഷൻ നടക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ഇതിനിടയ്ക്കുള്ള ഡേറ്റുകളിൽ വരുന്ന പരീക്ഷകളെല്ലാം തന്നെ മാറ്റിവെച്ചിട്ടുണ്ട്. 9-ാം തീയതിയും 11-ാം തീയതിയും അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള ഡേറ്റുകൾ. അപ്പോൾ 8-ാം തീയതി മുതൽ 12-ാം തീയതി വരെ നടക്കുന്ന എല്ലാ PSC പരീക്ഷകളും ഇപ്പോൾ മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പോൾ ഇലക്ട്രോണിക്സ് കാൻഡിഡേറ്റ്സ് മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരുന്ന പരീക്ഷയാണ് എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ്. അപ്പോൾ ആ പരീക്ഷയും മാറ്റിവെച്ചിട്ടുണ്ട്. പുതുക്കിയ തീയതി എപ്പോഴാണെന്നുള്ളത് തൽക്കാലം PSC അറിയിച്ചിട്ടില്ല. ഇതിന് ശേഷം തീർച്ചയായിട്ടും അത് അറിയിക്കുമെന്നാണ് അറിഞ്ഞത്. ഡേറ്റ് മാറ്റിവെച്ചെന്ന് കരുതി ആരും അലസരാവേണ്ട കാര്യമില്ല. ഇത് നല്ലൊരു ചാൻസായിട്ട് യൂട്ടിലൈസ് ചെയ്യാണ് വേണ്ടത്. എന്തായാലും നമ്മൾക്ക് സിലബസ് കയ്യിലുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക, നല്ല രീതിയിൽ റിവൈസ് ചെയ്യുക, ഒരുപാട് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ കൂടുതൽ ടൈം കിട്ടും തോറും നമ്മൾ വഷളാവാനുള്ള സാധ്യത ഒരുപാടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വഷളാവാതെ നോക്കുക. കാരണം ഇപ്പോൾ നന്നായി പഠിച്ചുകൊണ്ടിരിക്കുന്നവരൊന്ന് പിന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പിന്നോട്ട് നിൽക്കുന്ന ആളുകളൊക്കെ മുന്നോട്ട് വരാനുള്ള സാധ്യത ഒരുപാടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കിട്ടുന്ന ചാൻസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നമുക്കിപ്പോൾ ഒരുപാടൊന്നും എന്തായാലും അവർ നീട്ടി വയ്ക്കാൻ സാധ്യതയില്ല. കാരണം നമുക്കറിയാം ഈ പരീക്ഷ നവംബർ വരെയുള്ള ആ ഒരു സ്ലോട്ടിലായിരുന്നു വരേണ്ടിയിരുന്നത്. അപ്പോൾ ഓൾറെഡി ലേറ്റ് ആക്കിയിട്ടാണ് ഈ പരീക്ഷ നമുക്ക് നടത്തിയിരിക്കുന്നത്. ഡിസംബറിൽ ഡേറ്റ് വന്നത്. അപ്പോൾ ഈ ഡിസംബറും മാറ്റി ഇനി ഒരുപാടൊന്നും അത് മാറ്റാനുള്ള സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് ഇനിയും ടൈം ഉണ്ടെന്ന് പറഞ്ഞ് ആരും ഒരുപാട് പിന്നോട്ട് പോകാൻ നിൽക്കരുത്. ക്വസ്റ്റ്യൻസ് ആകെ 4 മൊഡ്യൂളാണ് നമുക്കുള്ളത്. ആ 4 മൊഡ്യൂളും നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കുക. നല്ലോണം റിവൈസ് ചെയ്യാനും അതുപോലെ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനുള്ള ടൈം ധാരാളം ഉണ്ട്. അത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാം. കാരണം ഈ ഒരു ടൈം നന്നായി യൂട്ടിലൈസ് ചെയ്യുന്ന ആളുകൾ മാത്രമേ ഇനി മുന്നോട്ട് പോവുള്ളൂ. ഈ ടൈം ഇനിയും സമയമുണ്ടല്ലോ എന്ന് കരുതി ചിന്തിച്ചിരിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും വലിയൊരു നഷ്ടം പിന്നീട് തോന്നാനുള്ള സാധ്യത ഒരുപാടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ഈ ടൈം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ വരാൻ പോകുന്ന പരീക്ഷകൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.